ഫ്ലാറ്റിലെ ആദ്യത്തെ നോമ്പ് ഇതൊക്കെ പർച്ചേസിംഗിലാണ്. പാത്രം വരെ ചട്ടി പാത്രം കടം വാങ്ങി വരുന്നു. ഫ്രൂട്ട്സ് ഞാൻ അടുത്തെന്താ വേണ്ട? ഇനി ഫ്രൂട്ട്സ് വേണ്ട, ഇനി ഫുൾ ആയിട്ടില്ല. ഓക്കെ ഇത് തിരിക്കാം. AC ഓണായി. പച്ച കത്തുന്നത്, ഇത് പച്ച കത്തുന്നില്ലെങ്കിൽ AC ഓഫ്. ഓക്കെ പോരട്ടെ. വണ്ടി ഓടിക്കാൻ അറിയില്ല ഗൈസ്, അതുകൊണ്ട് ഇവിടെ എല്ലാം കുട്ടി ഇട്ടിട്ടാണ് ഇപ്പൊ ഓടിക്കാറ്. 90s 80s ജനിച്ച പുത്രൻ. നിങ്ങൾക്ക് ക്ഷ എഴുതി കാണിച്ചു തരണം. ഞാൻ ക്ഷ എന്നൊരു ഗ്രൗണ്ടിൽ എഴുതി തരും, നിങ്ങൾ അത് ഓടിച്ച് കാണിച്ചു തരണം എനിക്ക്. ഓക്കെ, തിന്നല്ലേ. ഫ്ലാറ്റില് ഞാൻ തന്ന ഫുഡ് കഴിച്ച് പള്ള കൂടി തടി കൂടി തട്ട കൗണ്ടർ കിട്ടില്ല. ഞാൻ കുറച്ച് സീരിയസ്. നമ്മള് ഇപ്പോൾ ബീഫ് സ്റ്റോൾ എത്തുന്നതാണ്. ഇവിടെ അടുത്താട്ടാ. അതാ ഹംനയാണോ ഹംദയാണോ? ഈ ബീഫും പോത്തും തമ്മിൽ എന്താ ഡിഫറൻസ്? വരുന്നുണ്ട്, ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. എന്ത് നമ്മള് വീടെടുക്കാൻ ഇറങ്ങിയാ മതിയായിരുന്നു. വീടെടുത്ത് ഇറങ്ങിയില്ല. അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോഴേ എന്നോട് ചോദിച്ചു, നിങ്ങള് വ്ളോഗർ ആണോ? പറഞ്ഞ അല്ല, ഞങ്ങള് വീടെടുത്ത് വരുന്നുണ്ട്. ഇപ്പൊ വേഗം പൗഡറും കുപ്പായൊക്കെ ഇട്ട് ഇവിടെ ഒരുത്തുണ്ടേന് ഓനെ ഓടി കുപ്പായത്തോണ്ട്. എന്നിട്ട് എന്നോട് വെച്ച് 400 വെക്കട്ടേന്ന്. അപ്പൊ പറഞ്ഞു വേണ്ട. അല്ല 400 വെച്ചാണ് 350 തരാം, ഞങ്ങളിപ്പോ കഷ്ടപ്പെട്ട് ചിരിച്ചൊക്കെ നിന്നത്. എന്നോട് വെച്ചിങ്ങനെ നിങ്ങള് യൂട്യൂബറാണ് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അല്ല. അപ്പൊ ഞങ്ങള് വിചാരിച്ച് എന്താ പറയാ വീടൊക്കെ എടുത്ത് വരുന്നുണ്ട്, അപ്പൊ യൂട്യൂബറാണ്. ഞങ്ങളങ്ങനെ ഒരുങ്ങി നിക്കേന്. തൗഫിന്റെ സ്വന്തം ഏരിയയിലേക്ക് പോവാണ്. അവിടെ പോയാൽ ഓക്കെ അറിയാന്ന് പറഞ്ഞ എല്ലാം ഒട്ടിച്ചാൽ ഓണടി കുറയുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ ഓൺ അടിക്കണത്? മനസ്സിലായി, ഇത് ഓടിക്കാൻ അറിയുന്ന ആളാ ഓടിക്കണത്. ഞാൻ മുന്നിൽ ഇങ്ങനെ ഹോണ് വരില്ല. തൗഫി നല്ലൊരു കുടുംബിനായിട്ടോ. പാത്രം, പച്ചക്കറി, ഫ്രൂട്ട്സ്. ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ തൗഫിനെ കണ്ടു പഠിക്കണം. ഞാൻ അങ്ങനെ വണ്ടിയിൽ ഏസിട്ടിരിക്കുക, അവള് പച്ചക്കറി, ബീഫ്, പാത്രം. എന്താ എന്നിട്ട് നിങ്ങള് പോയി വാങ്ങാം. ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സ്പേസ്. ഇപ്പൊ എന്തൊക്കെ പർച്ചേസ് ചെയ്ത്? ഇപ്പൊ പാല് അങ്ങനത്തെ ഐറ്റംസ്. ഓക്കെ, എന്നാ പോവാം. ബിഫോർ ആഫ്റ്റർ എടുത്താലോ? ബിഫോർ ആഫ്റ്റർ ഇവിടെ ഫുള്ള് എന്തോ കണ്ട വീഡിയോന്റെ പേര് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇതിന്റെ പണിയൊക്കെ എടുപ്പിക്കാം. അടുക്കളയൊക്കെ വെച്ചോ. ടേബിളിന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ്. ഡ്രോയിങ് ഷീറ്റും സ്കെയിലും ചെയർ കണ്ടില്ലേ, ബുക്ക്. ഒരു വലിയ ടേബിള് എനിക്ക് തന്നെ വേണം. എനിക്കൊരു റൂം വേണം. ഫ്ലാറ്റ് മാറണം. അപ്പം അങ്ങനെയല്ല, കെടുക്കുമ്പോ തന്നെ ഹസ്ബൻഡിന് റൂം, വൈഫിന് റൂം. ആർക്കിടെക്ചർ ഫുഡൊക്കെ ഏകദേശം അയക്കണ. സമൂസന്റെ പണി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണി. വീട്ടുകാരിതാ വന്നിക്കണു. ഹായ് ഷെഹറൂസ്, വെള്ളക്കുപ്പ ഇട്ടോ? നോമ്പ് വെച്ചിട്ടില്ലേ? എടുത്തോട്ടെ. വെള്ളക്കുപ്പ കയ്യില് ആർക്ക്? സംസം വെള്ളം എടുത്തേ. ദോശിനൊരു വണ്ടി പാർക്കിങ്ങിലാ, അണ്ടർഗ്രൗണ്ട്. ഫാനൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക്. ഷമീർ കോയിസ എന്താ പണി? ഈശോ എന്താ പണി? ബ്ലോഗ് കാണട്ടെ ഏട്ടനെ. ബ്ലോഗ് എന്ത് എന്ത് നമ്മളെ ഇസുമത്ത് പ്ലേറ്റ് ഇടുന്നുണ്ട് കേട്ടാ.
എത്ര എനിക്ക് എണ്ണ അറിയില്ല ആരൊക്കെ ഉണ്ടെന്നുള്ളത്. ഓന് എണ്ണ എണ്ണിക്കോ ഇനി ആദ്യം ആളെ പേര് പറഞ്ഞു ഓനെ പ്ലേറ്റ് എണ്ണി. ഇപ്പൊ ഓനെ ആക്കെണ്ണാണ്. എന്താ ഫ്രൂട്ട്സോ? അവിടെ ഷമീർ കോയ്സിന് ബ്ലോഗ് എടുക്കുന്നുണ്ട് കേട്ടോ. സമൂസ ഉണ്ട്. അത് നോമ്പ് എടുക്കാതെ തിന്നലാ. നമ്മളെ ഫുഡ് ഇതൊക്കെയാണ് കേട്ടാ. കപ്പ ബിരിയാണി, മന്തി, ഹണി ചില്ലി അൽഫാം, സാദാ അൽഫാം, സ്നാക്സ് ആയിട്ട് സമൂസ മാത്രമേ ഉള്ളൂ. പിന്നെ കാര്യങ്ങൾ നോക്കുന്ന പോലെ രണ്ടാളാണ് കേട്ടോ ഫുള്ള് സെറ്റ് ആക്കണത്. കാരണം റീല് കാണാണ്. എന്നിട്ടോ ജിരുന്നെ അയച്ചാ മതി. കുറച്ച് ബാക്കി ആയിക്കോളൂ ഫുഡ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അഡ്ജസ്റ്റ്. അപ്പൊ അങ്ങനെ തിന്നാ പല്ലില്ലാത്തവന് സ്പെഷ്യൽ സ്പെഷ്യൽ നിലത്ത് കിടന്ന് പറഞ്ഞാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഓൽക്കാണ് കേട്ടോ നോമ്പൂറ ഫുള്ള് സെറ്റ് ചെയ്യണതും കാര്യഗൗരവം ഒക്കെ ഓലാണ്. അങ്ങനെ ദീദിയും കുട്ടികളതാ മുഹബത്ത് ക സർബത്ത് പിന്നെ ഫില്ല് ചെയ്യുന്നത്. അതിന് കൂടെ ഫുഡിന്റെ മേൽക്കൂടെ നടക്കരുത്. നടക്കാൻ പാടില്ല. ഉമ്മ ലേമ വയ്ക്കണു. തുറന്നിട്ടോ അതിന്റെ വർഷം ചൂട് കുയാടാ. അപ്പൊ കാച്ചിട്ടില്ലല്ലേ? രണ്ടാളല്ലേ സെറ്റ് ചെയ്തത്. ഇതപ്പാടെ ബാങ്ക് കൊടുത്തല്ലോ. ഇതപ്പാടെ ശിവാവേ നിങ്ങളെ സെറ്റ് ആക്കണ്ടേ? ഇതപ്പായോ അതെന്താ മറന്നു ശിവാവ? ശിവാവേ ശരിയല്ല ശരിയല്ല. പോരാ 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 പിടിച്ചിരിക്കുവാന്ന്. കിട്ടി കിട്ടി കിട്ടി. ഞാൻ അവിടെ ഇരുന്ന കുട്ടി അവിടെ ഇരുന്ന കുട്ടി നോമ്പറക്കിഞ്ഞ് വിസ്മില്ലടാ. എല്ലാരും ഫുഡൊക്കെ കഴിച്ചു എണീറ്റിട്ടുണ്ട്. പക്ഷെ ഉമ്മ മാത്രം എപ്പോഴും അവിടെ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? സൂപ്പർ. എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതല്? ഏത് മൊഹബത്തോ? അനക്കോ? അനക്ക് മൊഹബത്തായിട്ട് ഇഷ്ടപ്പെട്ട്? സൂപ്പർ.